ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. അരമണിക്കൂറിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണ് തയ്യാറാക്കിയെടുത്താലോ? ഇതുപോലെ കുക്കറിൽ വെക്കാൻ പറ്റുന്ന സെപ്പറേറ്റർ ഉണ്ടെങ്കിൽ ചോറും പരിപ്പും പച്ചക്കറിയും ഒക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ഞാനിവിടെ ഇന്നത്തെ ഊണിന് അമരയ്ക്ക തോരനും ദാൽ ഫ്രൈയും പപ്പടവും നല്ല കട്ട തൈരും അച്ചാറുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദാൽ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം ഈ പരിപ്പ് വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 1 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തത്. ഇത് പച്ചരിയാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചത്. അടുത്തതായിട്ട് അമരയ്ക്ക നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അമരയ്ക്ക കട്ട് ചെയ്തെടുത്തതിലേക്ക് ഞാൻ വെള്ളം ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അമരയ്ക്ക കട്ട് ചെയ്തതും അരിയും ദാലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റണം. ഞാനിവിടെ 5.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം വളരെ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ഈ ദാലിൻ്റെ പാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചോറിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് അമരയ്ക്ക കട്ട് ചെയ്തതും കൂടി വയ്ക്കാം. ഇനി ഇത് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്ക് പപ്പടം ഒന്ന് വറുത്തെടുക്കണം. അതുപോലെ ദാൽ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇതുപോലെ സെപ്പറേറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാം വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊണ് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പപ്പടം എല്ലാം വറുത്തെടുക്കുകയാണ്. പപ്പടം വറുത്ത ശേഷം ദാൽ ഫ്രൈക്കും അമരയ്ക്ക തോരനും ആവശ്യമായിട്ടുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് തോരനൊന്ന് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് സവാള ചേർക്കാം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ തോരൻ തയ്യാറാക്കുമ്പോൾ തേങ്ങയൊന്നും മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അമരയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ്. 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാകും. ഇത് ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കില്ല. ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാനാണിത്. ഈ ബർഗ്നർ പാനിൻ്റെ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ദാൽ ഫ്രൈ തയ്യാറാക്കണം. അപ്പോൾ ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തത്. ജീരകം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കാം.
സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ ഈ ഉണക്കമുളക് ചേർക്കാവുന്നതാണ്. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് വേവിച്ചെടുത്ത സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളുടെ എല്ലാം ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയാണ് ചേർക്കാനുള്ളത്. തക്കാളി ഈ മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലർക്ക് നല്ല കട്ടിയുള്ള പരിപ്പ് കറി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പരിപ്പ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ പരിപ്പ് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിനുള്ളിൽ തന്നെ ചോറും ദാൽ ഫ്രൈയും തോരനും പപ്പടവും ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഊണാണിത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.